ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. നാമം ജപിക്കാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ മന്ത്രജപങ്ങളിലൂടെ ഭഗവാന്റെ സാധനകളിൽ ഏർപ്പെടുമ്പോൾ ഏകാഗ്രത കിട്ടുന്നില്ല, കോൺസെൻട്രേഷൻ കിട്ടാതെ എങ്ങനെ നാമം ജപിക്കും, അല്ലെങ്കിൽ നാമം ജപിച്ചിട്ട് അതുകൊണ്ട് എന്ത് ഫലം എന്ന് പലർക്കും സംശയം തോന്നാം. പലരും സംശയം ചോദിച്ചിട്ടുമുണ്ട്. വളരെ സത്യമായ കാര്യമാണ്. നമ്മൾ നാമജപത്തിൽ ഏർപ്പെട്ട് ജന്മങ്ങളായിട്ട് തപശ്ചര്യമൊന്നും അനുഷ്ഠിക്കുന്നവരല്ലല്ലോ. നാം ഭൗതിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. ആ ഭൗതിക ജീവിതത്തിനിടയിൽ നാമം ജപിക്കൂ, അല്ലെങ്കിൽ ഭഗവത് സേവയിലും കൂടി ഏർപ്പെടൂ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആ സമാധാനത്തെയും ഫലത്തെയും ഓർത്ത് അതിലേക്കും കൂടെ വ്യാപരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നാം ജന്മാന്തരങ്ങളായി ഈ ഒരു സാധനയിൽ ഉറച്ചു നിൽക്കുന്നവരല്ല. ആയിരുന്നുവെങ്കിൽ നമുക്കതിനുള്ള ഏകാഗ്രത നമ്മൾ ഒരു തിരിച്ചറിവാകുന്ന സമയം മുതലേ നമ്മൾ ആ ഭഗവത് ചിന്തകളിലേക്ക് തന്നെ വന്നേനെ. അപ്പോൾ അതല്ലാതെ ഭൗതിക ലോകത്ത് വ്യാപരിക്കുന്ന നമുക്ക് ഭൗതികപരമായ ധാരാളം പ്രശ്നങ്ങളെ ദിവസേന കൈകാര്യം ചെയ്യാനുണ്ടാകും. ശരീരത്തിനും മനസ്സിനും പലവിധ പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പോൾ വിശന്നിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വിശപ്പ് അസഹനീയമായിട്ടിരിക്കുമ്പോൾ നാമജപത്തിലോ മന്ത്രജപത്തിലോ ഇരുന്നാൽ എന്തെങ്കിലും ഒരു കോൺസെൻട്രേഷൻ കിട്ടുമോ? കിട്ടത്തില്ല. അതുപോലെ ശരീരത്തിന് അസ്വസ്ഥതയുള്ളപ്പോൾ, ശരീരത്തിന് എന്തെങ്കിലും രോഗങ്ങളോ ബുദ്ധിമുട്ടോ ക്ഷീണമോ എന്തെങ്കിലും അനാരോഗ്യ പ്രശ്നങ്ങളുള്ളപ്പോൾ നാമജപത്തിൽ ഏർപ്പെട്ടാൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ കഴിയുമോ? ഇല്ല. അതുപോലെ തന്നെ അതിനേക്കാൾ പ്രധാനമാണ് മാനസികാരോഗ്യം. മനസ്സിന് വൈവിധ്യമാർന്ന ചിന്താതലങ്ങളിലൂടെ നിത്യേന കടന്നു പോകുന്ന മനസ്സ്, വിവിധ ചിന്തകൾ, ഈ ചിന്തകളൊക്കെ ഉണ്ടാകുന്നത് നിത്യേന നാം ഏർപ്പെടുന്ന കർമ്മങ്ങളുടെയും ആ കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോഴുണ്ടാകുന്ന വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളുടെയും പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നെല്ലാമാണ് നമുക്ക് ഈ പലവിധ ചിന്തകൾ ഉണ്ടാകുന്നത്. അതായത് ധാരാളം വ്യക്തികളുമായും ധാരാളം സംഭവങ്ങളുമായും നാം ഇഴുകിച്ചേരുമ്പോൾ അതിൻ്റെ ഒരു അനന്തര ഫലമായിട്ടുള്ള ചിന്തകളും പ്രവർത്തനങ്ങളുമായിരിക്കും നമ്മുടെ മനോമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ബാലൻസ് ചെയ്യുന്ന ഒരു ത്രാസായിട്ട് ഭൗതിക ജീവിതവും ആധ്യാത്മിക ജീവിതവും തമ്മിൽ നോക്കുമ്പോൾ ആധ്യാത്മികത ഏറ്റവും പൊങ്ങി നിൽക്കുകയും ഭൗതികത ഏറ്റവും താണ് ആ തട്ടിലേക്ക് ഭാരം കൂടി വന്ന് അതങ്ങ് എടുത്താൽ പൊങ്ങാത്ത വിധത്തിലെ ഭാരമായി കഴിയുമ്പോൾ ആധ്യാത്മികതയിലേക്ക് വന്നാൽ ആ തട്ട് വളരെ ഉയർന്നേ ഇരിക്കുകയുള്ളൂ. കാരണം നമ്മൾക്ക് ജീവിക്കാൻ തുടങ്ങിയ കാലം മുതൽ നമുക്ക് പലവിധമായിട്ടുള്ള ഭൗതിക ബന്ധങ്ങളും ബന്ധനങ്ങളുമാണ്. ആ തട്ടല്ലേ എപ്പോഴും താന്നിരിക്കുകയുള്ളൂ ഭാരം കൊണ്ട്. അപ്പോൾ ആ ഭാരം കൂടിയ ഭാഗം താന്നു പോയത് കൊണ്ട് മറ്റേ ഭാഗം ഒരിക്കലും താഴ്ത്താൻ പറ്റില്ല. അതിൻ്റെ ആ ലഘുത്വം കുറച്ചിട്ട് അതിനും സമമാക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കരുത്. അവിടെയും ആ തട്ടും ബാലൻസ് ആക്കാൻ വേണ്ടി ക്രമേണ നാം ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഇവിടുത്തെ ഭാരം കുറയുമ്പോഴേ അവിടോട്ട് ആ ഭാഗം, ആ ത്രാസിൻ്റെ മറ്റേ ഭാഗം താഴുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഭാരം കൂടിയിരിക്കുന്നത് കൊണ്ടാണ് മറ്റേ ഭാഗത്ത് ഭാരമില്ലായ്മ അനുഭവപ്പെടുന്നത്. നാം അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടുത്തെ ഭാരങ്ങളെ ക്രമേണ ഓരോന്നോരോന്നായി നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റി വയ്ക്കുവാനുള്ള ഒരു ശ്രമം ആരംഭിക്കണം. ആ ശ്രമത്തിന് വേണ്ടിയാണ് നിത്യേന നാമജപത്തിലും ഏതെങ്കിലും സാധനകളിലും ഏർപ്പെടൂ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിന് കുറച്ച് ബലം ഉണ്ടാവും, മനസ്സിന് കുറച്ച് ഏകാഗ്രത ക്രമേണ കൈവരും. അപ്പോൾ ഈ ഇപ്പുറത്തെ ഭാരം, ഈ ഭൗതികതയിലെ ഭാരം അതിൽ നിന്ന് ക്രമേണ കുറഞ്ഞു വരികയും ഒരു സന്തുലിതമായ ഒരു അവസ്ഥയിലേക്ക് വരുവാൻ നമുക്ക് ഉടൻ പറ്റിയില്ലെങ്കിലും നമുക്ക് വരുന്ന കാലങ്ങളിൽ അത് സാധ്യമാവുക തന്നെ ചെയ്യും. അപ്പോൾ ഈ ഭൗതികതയും ആധ്യാത്മികതയും ഒരേപോലെ കൊണ്ടുപോകണം എന്ന് പറയുന്നതിന് കാരണം ഇതാണ്. ഇതിൻ്റെ ഏതെങ്കിലും ഒരു തട്ട് ഭാരം കൂടുകയും മറ്റേ തട്ട് ഭാരമില്ലായ്മ അനുഭവപ്പെടുകയും ചെയ്യുമ്പോൾ ഒരു അസന്തുലിതാവസ്ഥ അനുഭവപ്പെടും. എപ്പോഴും ഭൗതികതയുടെ തട്ടിലായിരിക്കും ഭാരം കൂടുതൽ. സാധാരണഗതിയിൽ നമ്മൾ അതിൽ നിന്നൊരു മോചനം നേടി വരുന്നത് അനേക കാലത്തെ സാധന കൊണ്ട് മാത്രമേ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. രണ്ടും ഒരേപോലെ ബാലൻസായി പോകുമ്പോഴാണ് നമുക്ക് ശരിക്കും ജീവിതത്തിൽ ഒരു സമാധാനം അനുഭവപ്പെടുന്നത്. സമാധാനമേ അന്നേരം കിട്ടുകയുള്ളൂ. സന്തോഷം കിട്ടണമെങ്കിലും
അതിനപ്പുറമുള്ള പരമമായ ആനന്ദം സദാ ലഭിക്കണമെങ്കിലും വീണ്ടും ആധ്യാത്മികതയുടെ തട്ട് വീണ്ടും വീണ്ടും നല്ല ഭാരം കൂടി വരണം. ഭൗതികത അവിടെ ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോഴേ നമുക്ക് ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഈ പറഞ്ഞ ആ ഒരു നല്ലൊരു അവസ്ഥയിലേക്ക്, പൂർണ്ണമായ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അവസ്ഥയിലേക്ക് പോകാൻ കഴിയൂ. നമ്മൾ ആധ്യാത്മിക ജീവിതത്തിലേക്ക് ക്രമേണ വരുന്തോറും നമുക്ക് പ്രശ്നങ്ങളെ അല്ലെങ്കിൽ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള കഴിവുണ്ടാകും. പിന്നീട് ആ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ശ്രദ്ധിക്കാതെ അത് ഈശ്വരൻ നമുക്ക് വരുത്തുന്ന ഓരോ കർമ്മങ്ങളുടെ ഫലമാണെന്നുള്ള ഒരു സമാധാന ബോധം ഉണ്ടാകും. അപ്പോൾ തന്നെ മനസ്സിന് നല്ല പിരിമുറുക്കം കുറയും. പിന്നീട് നമ്മൾക്ക് എന്തു വന്നാലും അത് ഭഗവാൻ തന്നതാണ് എന്നുള്ള ബോധത്തിൽ തന്നെ നമ്മൾ മുന്നേറും. അങ്ങനെ മുന്നേറിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് വന്നാലും, എന്ത് നല്ലത് കിട്ടിയാലും ചീത്ത കിട്ടിയാലും ഇത് ഭഗവാന്റെ ഇച്ഛയാണെന്നുള്ള അടിയുറച്ച വിശ്വാസത്തിൽ എത്തിച്ചേരും. ആ ഒരു ഘട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നിനെക്കുറിച്ച് ഒരു ചിന്ത വരില്ല. നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നന്മയായാലും തിന്മയായാലും മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന നന്മയും തിന്മയും ഒന്നും നമ്മൾ ശ്രദ്ധിക്കുകയില്ല. എല്ലാം ഭഗവാനെ സമർപ്പിച്ച് ഇത് ഭഗവാന്റെ ഇച്ഛയോ അനിശ്ചയോ ആയിക്കോട്ടെ എന്ന് കരുതി നല്ലത് തന്നാലും മോശം തന്നാലും അത് ഭഗവാന്റെ തന്നെ കർമ്മഫലം, ഭഗവാൻ എനിക്ക് തന്ന ഞാൻ ചെയ്ത കർമ്മങ്ങളുടെ ഫലം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കരുതി സമാധാനത്തോടെ ജീവിതത്തെ കൊണ്ടുപോകാനുള്ള ഒരു അവസ്ഥയിലേക്ക് നാം എത്തിച്ചേരുക തന്നെ ചെയ്യും. ഇതൊക്കെ ഇതിനൊക്കെ ഒരു തുടക്കം കുറിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏകാഗ്രതയൊക്കെ ക്രമേണ വരും. നമ്മൾ എവിടെയും പിടിക്കാത്തത് കൊണ്ടാണ്, ഭൗതികതയിൽ തന്നെ പിടിച്ചുകൊണ്ട് ആധ്യാത്മികതയിലേക്ക് എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഏകാഗ്രത കിട്ടാത്തത്. നമ്മൾ ഒരിടത്തു നിന്ന് പിടി വിട്ടിട്ട് മറ്റിടത്തേക്കുള്ള പിടി മുറുക്കി വരുമ്പോൾ അവിടെ നമ്മുടെ പിടി ഉറച്ചു വരും. ഇത് നമ്മൾ ഇവിടെ നിന്ന് വിടാനേ ഭാവമില്ല. ആ ഭാവമില്ലാതെ മറ്റേ ഭാഗത്തേക്ക് എത്തിപ്പിടിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ഇപ്പുറത്തെ ഭാഗത്ത് തന്നെയല്ലേ പിടി വെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് മറുകരയിലേക്ക് നമുക്ക് ചാടാൻ കഴിയുന്നത്? ഇവിടുന്ന് പിടി അയയാൻ തുടങ്ങണമെങ്കിൽ നമ്മൾ ആ ഒരു ഭഗവത് സേവനത്തിൽ, ഭക്തിയുത സേവനത്തിൽ ഉറച്ച് നിൽക്കാൻ തുടങ്ങണം. അതിനുള്ള മനസ്സ് വരണം. ഇത് പാതി മനസ്സോടെ അവിടെ പോയാൽ എൻ്റെ പ്രശ്നം ശരിയാകുമോ, ഇവിടെ നിന്നാൽ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, എവിടെയാണ് ഒരു സ്വസ്ഥത, എവിടെയാണ് എൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു ശാന്തി ലഭിക്കുക എന്നുള്ള ചിന്തയോടുകൂടി അങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് നമുക്കൊരു പൂർണ്ണമായ കോൺസെൻട്രേഷൻ കിട്ടാത്തത്. നമ്മൾ നാമം ജപിക്കാൻ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഇത്രയൊക്കെ ചിന്തകൾ ഇരുന്നോ എന്ന് നമ്മൾ അന്വേഷിക്കുന്നത് തന്നെ. നമുക്കപ്പോൾ തിരിച്ചറിയുന്നത് തന്നെ അപ്പോഴാണ്. ആ മനസ്സിലുള്ള അഴുക്കുകളൊക്കെയാണ് നാമജപത്തിൻ്റെ ഇടയിൽ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരികയും അതിനെയൊക്കെ വാരി നമ്മൾ പുറത്തേക്ക് വിടുക. അങ്ങനെ ക്രമേണ നാമജപത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, സാധനയിലൂടെ പോകുന്ന ഒരു വ്യക്തിക്ക് പിന്നെ ഒന്നിനെക്കുറിച്ചും ഒന്നും കാണില്ല, അഴുക്കൊന്നും അവിടെ. അതെല്ലാം നമ്മൾ ഓരോ ദിവസവും വാരി വെളിയിൽ കളയുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ ഓർത്തു വെച്ചേക്കുകയും അനേക വർഷത്തിന് ശേഷം വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വയ്ക്കുകയും ഒക്കെ ചെയ്തേക്കുന്നത് വാരി വെളിയിൽ കളയുക. കഴിഞ്ഞ കാലങ്ങളിൽ അതെല്ലാം ഈശ്വര നിശ്ചയമായിരുന്നു. വരാനിരിക്കുന്നതും ഈശ്വരൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് മാത്രം നടക്കുന്നു. ഇന്ന് എന്താണോ സംഭവിക്കുന്നത്, ഇന്ന് എനിക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത്, അതുതന്നെയാണ് ഇന്നത്തെ ജീവിതം. കഴിഞ്ഞ കാലവും വരാനിരിക്കുന്ന കാലവും ഒന്നും എൻ്റെ ജീവിതമല്ല. ഇന്നത്തേത് നമ്മൾ എന്തനുഭവിക്കുന്നു, എന്ത് ചെയ്യുന്നു, എന്ത് പ്രവർത്തിക്കുന്നു, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതം. ഇന്നത്തെ ജീവിതം, ഇന്നിലൂടെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് മാത്രം ശ്രദ്ധയോടെ ജീവിക്കുക. ഇന്നത്തെ ജീവിതം സമാധാനപൂർണ്ണമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു വ്യക്തിക്ക് കഴിഞ്ഞാൽ ആ ദിവസമാണ് അവർക്ക് ഏറ്റവും ശ്രേഷ്ഠം. അതുപോലെ ഓരോ ദിവസത്തെയും നമ്മൾ ഇന്നലത്തെ പരിക്കുകളെക്കുറിച്ച് ഓർക്കുകയും നാളത്തെ ചിന്തകളെക്കുറിച്ച് ഓർക്കുകയും ഒക്കെ ചെയ്ത് ഇന്നിനെ നമ്മൾ നശിപ്പിച്ച് കളയും. അത് ഇന്നലെ സംഭവിച്ചത് നേരത്തെ സംഭവിച്ച കാര്യം വീണ്ടും എടുത്ത് മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഒരു പുനർവിചിന്തനം നടത്തുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും അതിൻ്റെ പോരായ്മകളെ കണ്ടെത്തുകയും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ പോരായ്മ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചത് എങ്കിൽ ആ പോരായ്മ തന്നത് നമുക്കാരാ? നമുക്ക് ബുദ്ധിശൂന്യതയിലൂടെ നമ്മൾ പ്രവർത്തിച്ചത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ചിന്താശേഷി ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ചിന്ത വന്നത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ നമ്മൾക്ക് ജീവിതത്തിലെ ഓരോരോ പരീക്ഷകളാണ്. ഒരു പരീക്ഷ എഴുതി അതിൻ്റെ പരാജയം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിൽ നിന്ന് പഠിച്ചല്ലേ പുതിയ പാഠം ഉൾക്കൊള്ളേണ്ടത്. അതോ തോറ്റ പരീക്ഷയെ ചൊല്ലി ആജീവനാന്തം വിഷമിച്ചും കരഞ്ഞും ജീവിതം തീർക്കണോ?
വേണ്ട. അവിടുന്ന് ഒരു പാഠം ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെ ജീവിതത്തിന്റെ പരീക്ഷകൾ. ഓരോ പരീക്ഷയും നമ്മൾ ഓരോ ദിവസവും വരുന്ന പ്രശ്നങ്ങൾ ഓരോ പരീക്ഷകളായിട്ട് തരണം ചെയ്യുമ്പോൾ പിന്നത്തെ വലിയ വലിയ പരീക്ഷകൾ നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ വരുന്ന നിസ്സാര പരീക്ഷകളൊന്നും നമ്മൾ ശ്രദ്ധിക്കുക പോലും ഇല്ല. വലിയൊരു പരീക്ഷ, ഒരു ആനുവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്ത ഒരു കുട്ടിയോട് ഒരാഴ്ചത്തെ ഒരു ക്ലാസ് ടെസ്റ്റ് ഒരാഴ്ച പഠിപ്പിച്ചത് പറഞ്ഞാൽ ആ കുട്ടിക്ക് അതൊരു വലിയ വിഷയമാവുമോ? അത് നിസ്സാരമായിട്ട് 10 മിനിറ്റ് കൊണ്ടിരുന്ന് വായിച്ച് അപ്പോൾ തന്നെ പരീക്ഷ എഴുതി കഴിയും എന്ന് പറഞ്ഞതുപോലെയുള്ളൂ. വലിയ വലിയ ജീവിത പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് പിന്മാറി ജീവനും കൊണ്ട് ഓടിപ്പോകാതെ അത് എനിക്ക് തന്ന വലിയൊരു പരീക്ഷയാണ്, ഞാനത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള പരീക്ഷകൾ ഇതിലും ചെറുതായിരിക്കാം, ഇതിനെ ക്കാളും മുന്നോട്ട് നന്നായി അതിജീവിച്ചു പോകാൻ ഉള്ള ഓരോ ടിപ്സുകൾ ഭഗവാൻ തരികയാണ്. അതിനനുസരിച്ച് നാം അതിനെ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിന് നല്ല ബലം കിട്ടും. നമുക്കെടുക്കുന്ന തീരുമാനങ്ങളൊന്നും തെറ്റുകയില്ല. എല്ലാത്തിനും ഭഗവാനെ മനസ്സിൽ കരുതി ഭഗവാനുമായിട്ട് ഒരു സംയോഗം വെച്ചുകൊണ്ട് വേണം നിത്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എന്ത് ചെയ്താലും പറഞ്ഞാലും അതെല്ലാം ന്യായമായിരിക്കണം. നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ന്യായവും ധർമ്മവും അനുസരിച്ച് ആ കർമ്മങ്ങൾ ചെയ്യുകയും അതിൽ നിന്ന് സമ്പാദിക്കുകയും ചെയ്യാവുള്ളൂ. അന്യായമായി നേടുന്നതൊക്കെ നമ്മുടെ മനസ്സമാധാന കേടിന് കാരണമാകും. നമ്മൾ ഡയറക്റ്റ് അത് മനസ്സമാധാനം, ഇപ്പോൾ നമ്മൾ ന്യായത്തിൽ ജീവിക്കുന്നവർ വലിയ സമ്പന്നരാകാൻ മാർഗമില്ല. അന്യായത്തിലൂടെ നമുക്ക് കൂടുതൽ സമ്പത്ത് നേടിയെടുക്കുവാനും അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട ജീവിതമൊക്കെ ഉണ്ടാക്കാനൊക്കെ കഴിയൂ. അപ്പോൾ അങ്ങനെ നേടുന്ന സാമ്പത്തിക ജീവിതം, ആ പുരോഗതി ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നമുക്ക് മനോവിഷമങ്ങൾ ഉണ്ടാക്കും. നമുക്കവിടെ ഒരു സ്വസ്ഥത ലഭിക്കുകയില്ല. അതുകൊണ്ടാണോ നിർധനരായിട്ടുള്ളവർ വിഷമങ്ങളില്ലാതെ ജീവിക്കുന്നു, സമ്പന്നരൊക്കെ വലിയ ബുദ്ധിമുട്ടും ടെൻഷനുമായിട്ട് ജീവിക്കുന്നു. ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണം നിർധനർ അവർ അന്യായത്തിന് പോവുകയും അവർ ധർമ്മമല്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യുകയും ഒന്നുമില്ല. സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള മനുഷ്യർ ധാർമ്മിക ചിന്തയോടുകൂടി അന്യായങ്ങൾ മനസ്സിലാക്കി അവർ ജീവിക്കുകയുള്ളൂ. അധാർമികമായി വെട്ടിപ്പിടിക്കുകയും സ്വന്തമാക്കുകയും ആഡംബരത്തോടുകൂടിയൊക്കെ ജീവിക്കാനുള്ള അമിത ആവേശത്തോടുകൂടി കൈക്കലാക്കുന്നത് പലതും പല വിധത്തിലുള്ള വിഷമങ്ങൾ നമുക്ക് തരും. നേരിട്ടുള്ള വിഷമങ്ങൾ അല്ലെങ്കിലും പലതരമുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും നമുക്ക് അതിൽ നിന്നുണ്ടാകുമ്പോഴും നമ്മൾ അറിയുന്നില്ല. നമ്മളുടെ കയ്യിൽ നിന്ന് അന്യായം കൊണ്ടാണ് നമുക്കിതൊക്കെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് മനസ്സമാധാനം ഇല്ലാതെ പോകുന്നത് എന്ന് ചിന്തിക്കുകയേ ഇല്ല നമ്മൾ. ഏത് കർമ്മം ചെയ്താലും അത് ഈശ്വരൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കർമ്മമാണ്, അതുകൊണ്ട് അതിൽ ന്യായമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നൊരു ധർമ്മബോധം എപ്പോഴും ഉണ്ടാകണം. അതാണ് എപ്പോഴും ഈശ്വര ചിന്തയോടുകൂടി ജീവിക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമുക്ക് തന്നെ വിനയായി മാറുകയില്ല. ഈശ്വരൻ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈശ്വരനെ കുറിച്ചൊരു ഭയം വരും. അധർമ്മം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ധർമ്മബോധം ഇങ്ങനെ നമ്മളെ പിന്തിരിപ്പിക്കും അതിൽ നിന്ന്, അധർമ്മത്തിൽ നിന്ന്. അപ്പോൾ ആ ധർമ്മബോധത്തിലൂടെ ജീവിക്കുന്ന വ്യക്തി ശാന്തമായിട്ട് ജീവിക്കും. അധർമ്മത്തിലൂടെ നാം എന്ത് നേടിയാലും നമ്മുടെ ഒരു കാര്യം സാധിക്കാൻ വേണ്ടി മറ്റുള്ളവരോട് കബളിപ്പിച്ച് നമ്മൾ വിചാരിക്കുമോ നമ്മൾ അവരെ പറ്റിച്ചത് കൊണ്ട് എൻ്റെ ഒരു പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞു. കണ്ടില്ലേ, ചില വീട്ടിലൊക്കെ നമ്മുടെ വീട്ടിലൊരു സാധനമൊക്കെ കൊണ്ടിട്ട് വീട്ടിലുള്ള പാവ സ്ത്രീകൾക്കൊന്നും അറിഞ്ഞുകൂടായിരിക്കും ഇത് സത്യമാണോന്നേ കള്ളമാണോ ഇവരീ പറയുന്നതെന്ന്. മിക്ക നാട്ടിൻപുറത്തെ സ്ത്രീകളും പറ്റിക്കപ്പെടുന്ന കണ്ടിട്ടുണ്ട്. ഓരോരോ പ്രോഡക്ട്സ് കൊണ്ടുവന്നിട്ട് അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇവർ ഈ സാധനങ്ങൾ വിൽക്കാൻ വരുന്നവർ വളരെ എക്സ്പേർട്ടുകളാണ്. കൺസ്യൂമേഴ്സിൻ്റെ മനസ്സറിയാവുന്ന, മാനസികാവസ്ഥ അറിയാവുന്ന, സംസാരിച്ച് കീഴ്പ്പെടുത്താൻ കഴിവുള്ള എക്സ്പേർട്ടുകളായിട്ടുള്ളവർക്ക് ട്രെയിനിങ് കിട്ടിയവരാണ് ഈ വരുന്നവർ. അവരുടെ മുന്നിൽ നമ്മൾ പാവം വീട്ടമ്മമാരൊക്കെ ഒരു തിരിച്ചറിവില്ലാത്ത മിക്ക അമ്മമാരും മിക്ക സ്ത്രീകളും അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, വലിയ വിലയൊക്കെ കൊടുത്തവരെ സാധനം വാങ്ങും, അത് ഏതെങ്കിലും ഒരു മൂലയിൽ വെച്ചേക്കാനേ കഴിയുള്ളൂ, അതൊന്നും ഉപയോഗിക്കാനേ കഴിയില്ല. അപ്പോൾ ഇതൊക്കെ സാധിച്ചിട്ട് പോകുന്നവരായിരിക്കും ഒരാളെ പറ്റിച്ച് ഇന്നത്തെ കച്ചവടം ഗംഭീരമായി, ഇത്ര പൈസ എൻ്റെ കീശയിൽ വന്നു. പക്ഷെ അതിനൊരു വല്ല ധർമ്മവും ഉണ്ടോ? വേറൊരാളുടെ മനസ്സിനെ പറ്റിച്ചിട്ടല്ലേ അത് ഉപയോഗിക്കാൻ കഴിയാതെ വരുന്തോറും ആ വ്യക്തി ഈ തന്ന ആളിനെ ശപിച്ചുകൊണ്ടിരിക്കും. ആ ശാപമൊക്കെ എവിടോട്ടാണ് കൊണ്ടുപോകുന്നത്? നമ്മുടെ ജീവിതത്തിൽ തന്നെ വന്ന് പല രൂപത്തിൽ ഭവിക്കും. നമ്മൾ അന്നേരം പൈസ കിട്ടി, നന്നായി, ഹാപ്പിയായി, ഇന്നത്തെ ദിവസം അടിച്ചു പൊളിച്ചു. പക്ഷേ അത് ഉപയോഗിക്കാൻ കൊള്ളാത്തതോ അല്ലെ ഉപയോഗശൂന്യമായിട്ടുള്ളൊരു സാധനമാണ്, അല്ലെ അവരെ പറഞ്ഞ് ഫലിപ്പിച്ച മാതിരി ഒരു സാധനം അല്ല അത്.
എങ്കിൽ അവരതിനെ ഉപയോഗിക്കുന്ന കാലത്തോളം അത് ചീത്തയാകുന്നവരെ നിത്യേന മനസ്സുകൊണ്ട് അവർക്ക് വിഷമം ഉണ്ടാവും. ആ മനോവിഷമം എന്ന് പറയുന്നത് ഒരു തരംഗ രൂപത്തിൽ നമ്മളിലേക്ക് തന്നെ വരും, ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ. ഇങ്ങനെ അതൊരു ചെറിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് എന്തോരം വലിയ, അവരൊക്കെ ജീവിക്കാൻ വേണ്ടി വന്ന് കള്ളം പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് പോകുന്നതാണ്. ഇതുപോലെ വലിയ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. വലിയ വലിയ പദവിയിലിരിക്കുന്നവർ, സ്ഥാനങ്ങളിലിരിക്കുന്നവരൊക്കെ എന്തെല്ലാം വലിയ രാജ്യത്തിന് തന്നെ ദ്രോഹം ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് വലിയ പദവിയിലിരിക്കുന്നവർ ചെയ്യുന്നത്. നമ്മുടെ ഈ ഭാരത രാജ്യത്തെ തന്നെ തീറെഴുതി കൊടുത്ത് വിദേശ രാജ്യങ്ങൾക്ക് തീറെഴുതി കൊടുത്ത് അവിടെ നിന്ന് ഫണ്ട് വാങ്ങി രാജ്യം നശിപ്പിക്കാൻ വേണ്ടി, അതൊക്കെ മഹാപാതകങ്ങളാണ്. മാതൃരാജ്യത്തെ ഒറ്റിക്കൊടുക്കുകയും അതിനുവേണ്ടി പൈസ കൈപ്പറ്റുകയൊക്കെ ചെയ്യുക എന്ന് വെച്ചാൽ എത്രയോ ജന്മാന്തരങ്ങളാണ്, എത്രയോ തലമുറകൾ നിത്യം ദുരിതം അനുഭവിക്കും. കർമ്മബോധമൊന്നുമില്ല. ഹൈന്ദവ ധർമ്മത്തിൻ്റെ പേരൊക്കെ ഉള്ള പല മനുഷ്യരും ഇത് ചെയ്യുന്നു. പക്ഷെ അവർ ഭഗവത്ഗീത എന്ന് പറയുന്ന ശ്രേഷ്ഠ ഗ്രന്ഥം, ഭാരതത്തിൻ്റെ ഉപനിഷത്തുകളുടെ വേദാന്തങ്ങളുടെ ചാറ് കടഞ്ഞെടുത്തുണ്ടാക്കിയ ആ എസൻസാണ് ഭഗവത്ഗീത. അതിനെക്കുറിച്ച് ഒരു ശ്ലോകമെങ്കിലും വായിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും അധർമ്മത്തിലൂടെ സ്വന്തം തലമുറയ്ക്കോ അല്ലെങ്കിൽ സ്വന്തം ലാഭത്തിനോ മറ്റുള്ളവരുടെ ഇച്ഛയ്ക്കോ വേണ്ടി മാതൃരാജ്യത്തെയും നമ്മുടെ സ്വന്തം കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെ ഒന്നും ഒറ്റിക്കൊടുക്കില്ല ആർക്കും. അവർക്കൊന്നും ധർമ്മബോധമില്ല. ധർമ്മബോധമുള്ള ഒരു വ്യക്തിയും അന്യായത്തിന് കൂട്ടു നിൽക്കില്ല. അന്യായം തന്നെ പല കാറ്റഗറിയിലുണ്ട്. ചെറിയ അന്യായമാണ് ഞാൻ മുമ്പേ പറഞ്ഞ, വീടുകളിൽ അവനവൻ്റെ അന്നത്തെ ചെലവിന് വേണ്ടി കബളിപ്പിക്കാൻ വരുന്നവരാണ് നമ്മൾ. അതിലേറ്റവും ചെറിയ കബളിപ്പീരാണ്. അതിനേക്കാളും എത്രയോ വലിയ കബളിപ്പീരാണ്. കോടിക്കണക്കിന് ഡോളറുകൾ അല്ലെങ്കിൽ രൂപയൊക്കെ ലാഭം കിട്ടുന്ന വിധത്തിൽ മാതൃരാജ്യത്തെയും രാജ്യത്തിൻ്റെ സുരക്ഷയെയും നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയൊക്കെ ഖജനാവിന് ദോഷം വരുന്ന വിധത്തിലൊക്കെയുള്ള വലിയ വലിയ കർമ്മങ്ങളൊക്കെ ഓരോന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നിത്യേന ന്യൂസ് കാണുമ്പോൾ ഇവരൊക്കെ എത്രയോ മഹാപാതകികളാണെന്ന് നമുക്ക് തോന്നുകയല്ല, അതുതന്നെയാണ് സംഭവിക്കുന്നത്. കാരണം എത്ര ജന്മം, അവരുടെ ഒരു 7 തലമുറയൊന്നുമല്ല, ഒരു 14 തലമുറ കഴിഞ്ഞാൽ ഇവരാരും ജീവിതത്തിൽ പിന്നെ രക്ഷപ്പെടത്തില്ല. ഇപ്പോൾ കാണുന്ന രക്ഷയേ ഉള്ളൂ. ഇപ്പോൾ എന്ത് പദവിയിലിരിക്കുന്ന ആ ഒരു രക്ഷയുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകും. വരുന്ന തലമുറകൾ, എത്രയോ തലമുറകൾ കഴിഞ്ഞാൽ ഈ പാപം ഇങ്ങനെ ഒരു വേഴ്സായിട്ട് ഇങ്ങനെ പോവും, തിരമാലകളുടെ രൂപത്തിൽ പോയി ആ തലമുറകളെ ഒക്കെ ചൂഴ്ന്നു നിൽക്കും. ഈ ചെയ്യുന്നവരും എന്തോ പാപികളാണ്, അവരെന്തൊക്കെയാണ് അനുഭവിക്കാൻ പോകുന്നത്. ഇതിനെല്ലാത്തിനും ധർമ്മബോധം വേണമെങ്കിൽ സനാതന ധർമ്മികളായിട്ട് ഭാരതത്തിൽ 80% സനാതനധർമ്മത്തിൻ്റെ ഫോളോവേഴ്സ് ആണെന്നാണ് കണക്ക്. പക്ഷേ 80 പോയിട്ട് 8% പോലും ധർമ്മബോധത്തിൽ ജീവിക്കുന്നവരുണ്ടോ എന്ന് സംശയമാണ്. അപ്പോൾ ധർമ്മചിന്തയുള്ള ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ആരെയും പറ്റിക്കാനും ഒന്നും ഒറ്റിക്കൊടുക്കാനും കഴിയില്ല. കിട്ടുന്നത് കൊണ്ട് സമാധാനമായിട്ട് അന്നത്തെ ജീവിതം ഹാപ്പിയായിട്ട് അവർ ജീവിക്കും. വലിയ സമാധാനക്കേടിന് പോകുന്നവരെല്ലാം വലിയ സമാധാനക്കേട് സ്വന്തം കർമ്മത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ്. അപ്പോൾ ധർമ്മബോധത്തോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ സന്ദേശം. ധർമ്മം വെടിഞ്ഞ് ജീവിക്കുന്നവർ എല്ലാം അസ്വസ്ഥതയുടെ പാതാളക്കുഴിയിൽ ചെന്ന് ഭവിക്കുകയുള്ളൂ. അവിടെ കിടന്ന് വിലപിക്കുകയല്ലാതെ ഒരു രക്ഷയുമില്ല. ഈ ജന്മം എന്ത് കാണിച്ചു കൂട്ടിയാലും വരുന്ന ജന്മങ്ങളും തലമുറകളും അവർക്കൊരിക്കലും ഗുണപ്പെടുകയില്ലാത്ത കർമ്മങ്ങളാണ് ഈ മനുഷ്യജന്മം നല്ല ജന്മം കിട്ടിയിട്ടും നമ്മളൊക്കെ ചെയ്യുന്നതെങ്കിൽ പിന്നെ അടുത്ത ജന്മങ്ങൾ നമ്മുടെ എന്തായാലും എന്താണ്. ഇപ്പോൾ കിട്ടുന്ന ഈ അവസരം നന്മയ്ക്ക് വേണ്ടി, നല്ല ചിന്തകൾക്ക് വേണ്ടി, ഈശ്വര അർപ്പിതമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്തു തീർക്കുക. അതിനു വേണ്ടിയിട്ടുള്ള മഹത് ഗ്രന്ഥങ്ങൾ ഇവിടെ സനാതനധർമ്മികൾ ഹൈന്ദവർക്കുണ്ട്. അതുപോലും ശ്രദ്ധിക്കാതെ, അതിലൊരു വരി പോലും വായിക്കാതെ ഞാൻ സനാതനിയാണെന്നും പറഞ്ഞ് നടന്നിട്ട് അധർമ്മം വാരിക്കൂട്ടുന്ന മഹാഭാവികളുടെ ഇടയിൽ ജീവിക്കുന്ന ധർമ്മബോധമുള്ളവരുടെ മനസ്സിലുണ്ടാകുന്ന ക്ഷതം, അതൊരു അപാരമായിട്ടുള്ള വിഷമത്തിന് കാരണമാവുകയാണ് ചെയ്യുന്നത്. ഇവരുടെയൊക്കെ കർമ്മഫലം ഓർക്കുമ്പോൾ ശരിക്കും വിഷമം തോന്നും. അപ്പോൾ നല്ല കർമ്മഫലം ഉണ്ടാകുവാൻ ഭഗവാനോട് ചേർന്ന് നല്ല ബുദ്ധി തന്ന് ഭഗവാന്റെ ധർമ്മമനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. ശാന്തിയും സമാധാനവുമല്ലേ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലുത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും സമാധാനവും സന്തോഷവും വേണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ തലമുറകളൊക്കെ സന്തോഷത്തോടെ ജീവിക്കണമെന്നല്ലേ ആഗ്രഹിക്കുന്നത്. ധാരാളം പണം സമ്പാദിച്ച് മറ്റുള്ളവരുടെ പിടിച്ചു പറിച്ച് അസമാധാനത്തോടുകൂടി ചെറുപ്പത്തിൽ തന്നെ രോഗികളായി മഹാദുരന്തത്തിൽപ്പെട്ട് മൃതി അടയണമെന്നാണോ നാം ആഗ്രഹിക്കുന്നത്?
അല്ല. അപ്പോൾ നമുക്ക് എല്ലാവരുടെയും ആഗ്രഹം നമ്മുടെ തലമുറകളും നമ്മളും എല്ലാം സമാധാനമായിട്ട് മുന്നോട്ട് പോകണം, ശാന്തിയും സമാധാനമുള്ള ഒരു ഗൃഹാന്തരീക്ഷവും സമൂഹവും ഉണ്ടാകണമെന്നല്ലേ നാം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാകട്ടെ ഓരോ വ്യക്തിയുടെയും പ്രവൃത്തി. അതിനുവേണ്ടി ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സർവവും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു.